ഈ പ്രസവരക്ഷ മിസ്സാകുന്നവര് ഒരുപാട് പേരുണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടാകാം. അപ്പോ ഈ പറഞ്ഞ നമ്മള് 150ഓളം ചെയ്തു എന്ന് പറയുന്നതില് അതിന് ശേഷമുള്ള ഒരു 150ഓളം അതായത് 300 എണ്ണം ഉള്ളതില് 150ഓളം ഈ പ്രസവം കഴിഞ്ഞ ഉടനെ ചെയ്യാതെ പിന്നെ ചെയ്യുന്നവരാണ്. അവരെ പൂർണ്ണമായും ബാധിക്കുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഈ നടുവേദന, അല്ലെങ്കിൽ കഴുത്ത് വേദന, കുഞ്ഞിനെ അധികമായിട്ട് എടുക്കുന്ന കാരണം വരുന്ന ഷോൾഡർ പെയിന്, അല്ലെങ്കിൽ ടെന്നിസ് എൽബോ പോലുള്ള കണ്ടീഷൻസ്. അപ്പോൾ ഇതെല്ലാം അല്ലെങ്കിൽ വെരിക്കോസ് വെയിൻ, പൈൽസിന്റെ ഇഷ്യൂസ് ഇതെല്ലാം ആക്ച്വലി പോസ്റ്റ്മോർട്ടം കെയറിന് ആഫ്റ്റർ എഫക്ട്സ് ആയിട്ട് വന്ന് അവര് അത് കൊണ്ട് നടന്നതിന് ശേഷം പിന്നെ ചികിത്സിക്കുന്നവരാണ്. സോ ഈ 50+ അല്ലെങ്കിൽ ഒരു 1500 അതിനുശേഷം കേസസ് അതിനുശേഷം നമ്മൾ ഡീൽ ചെയ്തിട്ടുണ്ടെന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ എല്ലാ രീതിയിലും നമുക്ക് അതിനുശേഷം അതിനുള്ള ചികിത്സകൾ ഉണ്ടെന്നുള്ളത് തന്നെയാണ്. പക്ഷേ എപ്പോഴും ആലോചിക്കുക, നമ്മൾ തുടക്കത്തിൽ എത്ര നമ്മൾ കെയർ എടുക്കുന്നത് പോലെ നമുക്ക് അതിന്റെ റിക്കവറി ചിലപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ കൊടുക്കാൻ പറ്റിയെന്ന് വരത്തില്ല. എസ്പെഷ്യലി നമ്മൾ അബ്ഡമിനൽ ഫ്ലാബിനെസ് ഒക്കെ നമുക്ക് അതിന് കൊടുക്കാൻ പറ്റുന്ന ഒരു റിക്കവറി എന്ന് പറയുന്നത് വളരെ ചിലപ്പോൾ പെർസെൻറ്റേജ് വൈസ് നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞു പോകും എന്നുള്ളത് തന്നെയാണ്. പിന്നെ അവര് ഈ പ്രശ്നം വരാനുള്ള മെയിൻ റീസൺ ഇത് തന്നെയാണ്. സ്വെല്ലിംഗ് ഒക്കെ അങ്ങനെ വരുന്നതിന് പെർസിസ്റ്റന്റ് ആയിട്ട് അത് ഇരുന്നോളും എന്നുള്ളതാണ്. ശരീരത്തിൽ ആ നീർക്കെട്ട് അങ്ങനെ ഇരിക്കും. ഒരു ചേഞ്ച് നമ്മൾ കൊടുക്കുന്നില്ല. അതിൻ്റെ കൂടെ പ്രോപ്പർ വർക്ക്ഔട്ട്സ് ഒന്നും ഉണ്ടായിരിക്കത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഓവർ സ്ട്രെയിൻ എടുത്തിട്ടുണ്ടായിരിക്കും, ഓവർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. വർക്കിംഗ് ആയിട്ടുള്ള വുമൺ ചിലപ്പോൾ ബൈക്കും കുഞ്ഞിന് നമ്മൾ കാണുന്നതല്ലേ. അപ്പോൾ കുഞ്ഞിനെ എടുത്ത് വെച്ചിട്ടായിരിക്കും ചിലപ്പോൾ അവർ ബൈക്കിലൊക്കെ പോകുന്നതും അല്ലെങ്കിൽ സ്കൂട്ടറിൽ പോകുന്നതും കാർ ഓടിക്കുന്നതും. ഫിസിക്കൽ സ്ട്രെയിൻ ചിലപ്പോൾ ഒരു 1.5 months തന്നെ അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പം അങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം കൂടെ വരുമ്പോൾ അവർക്ക് ചിലപ്പോൾ ആ ശരീരത്തിലെ കേട് അങ്ങനെ തന്നെ ഉണ്ടായിരുന്നിരിക്കും. അതിന് മാറാനായിട്ടുള്ള തെറാപ്പിയിലും ഇതൊക്കെ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്തും ഈ പറയുന്ന അഭ്യംഗം ഉണ്ടാവും. ഇനി അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ആന്റി ഇൻഫ്ലമേറ്ററി ആക്ഷൻസ് സംഭവിക്കുന്നത് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്, ചൂട് കിട്ടുമ്പോഴാണ്, വാസോഡൈലേഷൻ വഴിയാണ്, അല്ലെങ്കിൽ നെർവ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്ത് കൊടുക്കുമ്പോഴാണ്, ഒരു സൂത്തനിങ് കിട്ടുമ്പോഴാണ് എന്നുള്ളതാണ് ആ ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അത് ഏത് പീരീഡിൽ നമുക്കത് ചെയ്യാൻ പറ്റും. ഒരുപാട് സിവിയർ ആക്കാതെ ചെയ്യാൻ പറ്റിയാൽ അത്രയും നല്ലതാണെന്നുള്ളതാണ്. പെർസിസ്റ്റന്റ് സ്വെല്ലിംഗ്, ശരീരത്തിലിരിക്കുന്ന നീർക്കെട്ടുകൾ ഉറപ്പായിട്ടും അത് എല്ലുകൾക്ക് തേയ്മാനവും മസിൽസിന് ഡാമേജും ഒക്കെ ഉണ്ടാക്കാനുള്ള ഒരു ഉറപ്പായിട്ടുള്ള കാരണങ്ങളാണ് എന്നുള്ളത് തന്നെയാണ്. അതിനുള്ളൊരു സാഹചര്യം ഒരുക്കി കൊടുക്കാതിരിക്കുക. എത്ര നേരത്തെ നമുക്ക് ആ നീർക്കെട്ട് ശരീരത്തിൽ നിന്ന് മാറ്റാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്ര നേരത്തെ നമുക്ക് ആ നമ്മുടെ ഹോർമോണൽ ചേഞ്ചസ് ക്ലിയർ ചെയ്ത് മാറ്റാൻ പറ്റുമോ, അത്രയും നേരത്തെ അത് മാറ്റുക എന്നുള്ളത് തന്നെയാണ്. ഹെയർ ലോസ് മാറാനായിട്ട് അത്രയും ഹെൽപ്പ് ചെയ്യുന്നത് നേരത്തെ ചെയ്യാൻ പറ്റുന്നത് നേരത്തെ ചെയ്യുക. അതിനുശേഷം ചെയ്യാൻ പറ്റുന്നതിന് ഒരു പരിധി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുകയും അതിനും ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ്. ഏത് പീരീഡിൽ വേണമെങ്കിലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഒരു 2 വർഷം കഴിയുമ്പോൾ ചെയ്യുന്നവരും ഉണ്ട്, 1 വർഷം കഴിഞ്ഞിട്ടും ചെയ്തവരുണ്ട്. പ്രസവം കഴിഞ്ഞിട്ട് 6 വർഷം കഴിഞ്ഞിട്ടും അതേ പ്രശ്നം അതേ ഇതിൽ ഒരേ കുഞ്ഞുണ്ടായിരുന്നിട്ടും ചെയ്തവരും ഉണ്ടെന്നുള്ളത് തന്നെയാണ്.